നമസ്കാരം. വളരെ തെരഞ്ഞെടുപ്പ് പാരമ്പര്യമുള്ള കോൺഗ്രസും അതിലേറെ പാരമ്പര്യം ലോകമെമ്പാടുമുള്ള ആ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM അടക്കമുള്ള ഇന്നത്തെ പിണറായി വിജയൻ അടക്കമുള്ള കുശാഗ്ര ബുദ്ധിക്കാരും ഒക്കെ ചിന്തിക്കാത്തിടത്തേക്കാണ് BJPയുടെ പോക്ക്. BJP കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏകദേശം 20% വോട്ട് പിടിക്കുമ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിനേക്കാളേറെ മുന്നേറുമെന്ന് അവർക്കറിയാം. അവർ ആകെ ലക്ഷ്യം വെച്ചത് മറ്റെവിടെ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും തിരുവനന്തപുരം അവർക്ക് പിടിക്കണം, തിരുവനന്തപുരത്തെ ഭരണം, കോർപ്പറേഷൻ ഭരണം കിട്ടണം എന്നതാണ്. അതവർ നേടിയെടുത്തു. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം BJP പിടിക്കുന്നതോടൊപ്പം BJPക്ക് ഒരു അത്ഭുതം കൂടി സംഭവിച്ചു. ജനസമ്മതിയുള്ള നേതാക്കൾ, വലിയ ജനസമ്മതിയുള്ള നേതാക്കൾ, അവരെ ജനസമ്മതിയുള്ളവരായിരിക്കാൻ ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും അനുവദിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ സുരേന്ദ്രനെ ഉള്ളി സുരേ എന്നും അല്ലാത്ത സുരേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ശരിയാക്കുന്ന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുവേള അദ്ദേഹം തന്നെ അതൊരു കോമഡിയായി കണ്ട് നമ്മുടെ എന്താണ് ആ ചങ്ങായിന്റെ ഒരു പേര് എന്റെ നാവലിന്റെ തുമ്പത്തിരിക്കുന്നുണ്ട്. മൂപ്പരോട് സംസാരിച്ചപ്പോൾ അത് ഞാനൊരു കോമഡിയായിട്ട് എടുക്കുന്നത് പറയുകയും ചെയ്തു. പക്ഷേ സുരേന്ദ്രൻ ഒരു ജനകീയ നേതാവായി, BJPയുടെ ഒരു ജനകീയ നേതാവായി അങ്ങനെ അറിയപ്പെട്ടിരുന്നില്ല. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നേതാവാണ്, കഴിവുള്ള ആളാണ്, കാര്യം ശരി. പക്ഷെ ജനഹൃദയങ്ങളിൽ അത്രയധികം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിന് മലയാളം അത്ര അങ്ങോട്ട് പിടിയില്ല, എഴുതാനും വായിക്കാനും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസാരിക്കാൻ അറിയാം, പക്ഷെ ഭാഷയല്ലല്ലോ പ്രധാനം. കൃത്യമായ ലക്ഷ്യബോധമുള്ളത് കൊണ്ട് ഈ സംസ്ഥാനത്തെ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി നല്ലൊരു ശ്രമം നടത്തി, അത് വിജയിക്കുകയും ചെയ്തു. അതിലൂടെ ജനകീയരായ രണ്ട് നേതാക്കളെ സൃഷ്ടിക്കാൻ BJPക്ക് കഴിഞ്ഞു. PV രാജേഷ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അപ്രസക്തനാണെന്ന് വേണമെങ്കിൽ പറയാം. BJPയിൽ അത്ര ഒരു വലിയ ഒരാളൊന്നും അല്ല. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമെന്നതിലുപരി ഒരു ശക്തനായ ഒരു നേതാവ്, ഇപ്പൊ VD സതീശനെ പോലെ, പിണറായി വിജയനെ പോലെ, അല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലും പോലെ ശക്തനായ ഒരു നേതാവാണ് എന്ന നിലയിലേക്ക് വന്നിട്ടില്ല. ഒരു കോർപ്പറേഷൻ കൗൺസിലറായി, പിന്നെ ഇപ്പോ വീണ്ടും ജയിച്ചു. അതിലുപരി ഒരു പ്രവർത്തകൻ ആ നിലയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ. പക്ഷെ ജനങ്ങളുമായുള്ള ഒരു സമ്പർക്കത്തിൽ VV രാജേഷിന് വലിയ ഒരു പങ്ക് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. BJP പോലും അത് ചിന്തിച്ചിരുന്നില്ല. ശ്രീലേഖ മത്സരിക്കുമ്പോൾ, ശാസ്തമംഗലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വരുമ്പോൾ ശ്രീലേഖ മേയർ ആകും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പഴയ മേയർ ആര്യ രാജേന്ദ്രൻ ഇറങ്ങിപ്പോയ ഒടുവിലേക്ക് മേയറായി മറ്റൊരു സ്ത്രീ തന്നെ കടന്നു വരുമെന്നും അത് ശ്രീലേഖ ആയിരിക്കുമെന്നും ഒക്കെ കരുതിയിരുന്നു. പക്ഷെ വളരെ പെട്ടെന്നാണ് അത് മാറി മറിഞ്ഞ് VV രാജേഷിലേക്ക് എത്തുന്നത്. സാധാരണ മറ്റു പാർട്ടികളിൽ, CPM-ലേക്ക് പ്രത്യേകിച്ചും കോൺഗ്രസിലേക്ക് പ്രത്യേകിച്ചും കാണുന്ന ഒരു പ്രവണത ഇവിടെ BJPയിൽ കണ്ടില്ല. അതായത് ശ്രീലേഖ മേയർ ആകും എന്ന് ഏകദേശമൊക്കെ ഉറപ്പിച്ച് വന്നിട്ടും, അങ്ങനെ മേയർ ആയില്ലെങ്കിലും ശ്രീലേഖ യാതൊരു പരിഭവവും പറയാതെ ശാസ്തമംഗലത്ത് കൗൺസിലറായി ചുമതലയേറ്റ് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. ഇത് ഈ സമീപകാലത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ കാണാത്ത ഒന്നാണ്. അതായത് എല്ലാവരും പറയുക, എനിക്ക് നേതാവാകണം, എനിക്ക് സ്ഥാനം വേണം. സ്ഥാനമോഹികളായിട്ടുള്ള ഒരു പറ്റം ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെ പാകതയുള്ള ഇരുത്തം വന്ന നേതാവായി ഒരൊറ്റ നിമിഷം കൊണ്ട് ശ്രീലേഖയും മാറി എന്നതായിരിക്കും ശരി, എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. രണ്ടാമത് അവരുടെ കൃത്യമായ കരുനീക്കമാണ്. ആ കരുനീക്കത്തിൽ CPM-ന് അടിതെറ്റി എന്നതാണ്. പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പോലും പറ്റാത്ത മേഖലയിൽ വളരെ കൃത്യമായി കരുക്കൾ നീക്കിയപ്പോൾ പ്രശാന്ത് എന്ന MLA-ക്ക് അടിതെറ്റുന്ന, അതിലൂടെ CPM-ന് അടിതെറ്റുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതായത് ഇപ്പോൾ മനസ്സിലാക്കുന്നത്, അദ്ദേഹം കൈയടക്കി വച്ചിരിക്കുന്ന ആ MLA ഓഫീസ് 100 സ്ക്വയർ ഫീറ്റോളം മാത്രമേ കരാറിലുള്ളൂ എന്നും ബാക്കി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നുമാണ് പറയുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യം, ഈ കോർപ്പറേഷനിലെ കൗൺസിലേഴ്സിന് ഇരിക്കാനായിട്ട് അനുവദിച്ചിട്ടുള്ള സ്ഥലമാണ്. നേരത്തെ അവിടെ CPM-ന്റെ ഭരണമാണ്, അതുകൊണ്ട് തന്നെ ഭരണ സ്വാധീനം ഉണ്ടാകും. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ വരുന്ന സമയത്ത് ആ കരാർ പുതുക്കി കൊടുത്തു എന്നും പറയുന്നുണ്ട് കൗൺസിൽ തീരുമാനപ്രകാരം. ഇപ്പോൾ കൗൺസിൽ മാറി, അപ്പോൾ തീരുമാനം മാറാം. എന്നിരുന്നാലും മാർച്ച് വരെ വാടക കൊടുത്തു, അഡ്വാൻസ് ആയിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ശ്രീലേഖ ബുദ്ധിപൂർവ്വം കളിച്ചപ്പോൾ ശ്രീലേഖ MLA ഓഫീസിൽ കടന്നു കയറി എന്ന് പറഞ്ഞൊരു കള്ളക്കേസ് എടുത്ത്, അങ്ങനെയാണ് ഈ പിണറായി സർക്കാരിന്റെ ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കള്ളക്കേസ് എടുക്കുക, മറ്റുള്ളവരെ താറടിക്കുക, തറ പറ്റിക്കുക. കേസ് ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിട്ടുള്ള കേസ് എന്തായി? ഒന്നുമായില്ല.
അങ്ങനെ അതിനു മുമ്പ് സുരേഷ് ഗോപിക്കെതിരെ എടുത്ത കേസ് എന്തായി? ഒന്നുമായില്ല. അങ്ങനെ എത്ര കേസ്, ധാരാളം കേസുകളുണ്ട്. കേസുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും, പക്ഷെ ഒന്നും എവിടെയും എത്തില്ല. ഇവിടെ ഇപ്പോ ശ്രീലയ്ക്കെതിരെ ഒരു കേസ്, അതിക്രമിച്ചുള്ള കേസ് എടുക്കുമ്പോൾ ആ കേസ് മുന്നോട്ട് പോയാൽ കുടുങ്ങുന്നത് CPM തന്നെ ആയിരിക്കുമെന്ന് പിന്നീട് വൈകാതെ തന്നെ അവർക്ക് മനസ്സിലായി. ഇപ്പൊ അതേക്കുറിച്ച് മിണ്ടാട്ടമില്ല. ഏതായാലും ശ്രീലേഖ നല്ല മുട്ടം പണിയാണ് ആ കേസോടുകൂടി കൊടുത്തത്. ആദ്യം MLA ഓഫീസിനെ കുറിച്ചും അതിന്റെ പരിസരത്തെ കുറിച്ചും വളരെ വ്യക്തമായി വീഡിയോകൾ ചെയ്ത ശ്രീലേഖ MLA ഓഫീസ് താൻ കയ്യേറി എന്ന് പറഞ്ഞപ്പോ ലളിതമായി ഒരു വീഡിയോ ചെയ്ത് അതിലൂടെ പ്രതികരിച്ചു. ഓലപ്പാമ്പ് കാട്ടിയൊന്നും പേടിപ്പിക്കേണ്ടതില്ല എന്ന ഒരു പ്രസ്താവനയിലൂടെ അതങ്ങ് നോക്കി. എന്നാൽ അതിനുശേഷം അവർ ചെയ്ത പ്രവൃത്തിയാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയത്. ഒരൊറ്റയടിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാതെ കേവലം 300-400 രൂപ ചെലവില് CPM ഇതിലും വലിയ അടി കിട്ടാനില്ല എന്നാണ്. PK പ്രശാന്തിന്റെ ബോർഡിന്റെ തൊട്ടു മുകളില് ഒരു ബോർഡ് അങ്ങോട്ട് സ്ഥാപിച്ചു. കൗൺസിലറുടെ ബോർഡ്, ശ്രീലേഖയുടെ ബോർഡ്. അതോടുകൂടി 2 ഓഫീസും ഒന്നാണ് എന്നൊരു രീതി വന്നു. നിലവിൽ MLA ഓഫീസ് കൈയടക്കി വെച്ചിരിക്കുന്നത് കൊണ്ട്, കൈവശത്തിൽപ്പെടുത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ഓഫീസിന്റെ ഉള്ളിലൂടെ തിക്കി വേണം ഒരു കുടുസുമുറി, ഒരു കക്കുസുമുറി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ശ്രീലേഖയുടെ ഓഫീസിലേക്ക് പോകാൻ. ശ്രീലേഖ അവിടെ ഇരിക്കില്ല എന്ന് പക്ഷെ കരുതിയിട്ടുണ്ടാവും. ഏതായാലും അങ്ങോട്ട് കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രീലേഖയുടെ റൂമിന്റെ, കൗൺസിലറുടെ റൂമിന്റെ പുറത്ത് നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ MLA തന്റെ വാതിലും അടച്ചു കഴിഞ്ഞാൽ, അത് MLAന്റെ ഓഫീസിന്റെ ഉള്ളിലൂടെ പോകണ്ടേ, MLA വാതിൽ അടച്ചു കഴിഞ്ഞാൽ ഈ കൗൺസിലറുടെ ഓഫീസ് എവിടെയാണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ MLAയുടെ ബോർഡിന്റെ തൊട്ടു മുകളിൽ ഒരു ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ വന്നിട്ടുള്ള ഒരു വിവാദത്തിന് കൃത്യമായ ഒരു മറുപടി വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. MLA ആണോ കൗൺസിലറാണോ മുകളിൽ എന്നൊരു ഇത് വന്നിരുന്നല്ലോ നേരത്തെ. യഥാർത്ഥത്തിൽ ആ കൗൺസിലിങ്ങിന്, ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കൗൺസിലർ തന്നെയാണ് മുകളിൽ. അതൊന്ന് സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊടുത്തതാണ് ബോർഡ് അവിടെ അങ്ങനെ വെച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലൊക്കെ വെക്കാമല്ലോ, അത് വെക്കാതെ MLAയുടെ ബോർഡിനെ നേരെ മുകളിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചത്. ഏതായാലും ശാസ്തമംഗലത്തെ ഒരു കൗൺസിലർ എന്ന നിലയിൽ ശ്രീലേഖ ശാസ്തമംഗലത്ത് തന്നെയാണ് ഇരിക്കേണ്ടത്. ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ശ്രീലേഖ ശാസ്തമംഗലകാരിയല്ല. പക്ഷെ അവർ മത്സരിച്ച് ജയിച്ചത് ഒരു കൗൺസിലർ ആയത് ശാസ്തമംഗലത്ത് ആയതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ശാസ്തമംഗലത്ത് തന്നെ ഓഫീസ് വേണമെന്നത് അവരുടെ ആവശ്യമാണ്. അതിന് നഗരസഭാ കൗൺസിൽ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഓഫീസ് അവർ ചോദിക്കുന്നതിൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ നിയമപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇങ്ങനെ ഓലപ്പാമ്പ് കാട്ടി കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ CPM തന്നെ പണി പാളും എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ VK പ്രശാന്തിനെ അപമാനിച്ച രീതിയിൽ, ശ്രീലേഖ അപമാനിച്ച രീതിയിൽ വാർത്തകൾ വന്നപ്പോൾ CPM അത് കൊട്ടിക്കൊഴിച്ച്, നേതാക്കളൊക്കെ വലിയ രീതിയിൽ കൊട്ടിക്കൊഴിച്ചപ്പോഴത്തേക്കാണ് കേവലം 872 രൂപയ്ക്ക് ചെറിയ പൈസയ്ക്ക് പറ്റിച്ചു കുത്തിയിരിക്കുന്ന ഒരു MLA ആണ് എന്ന്, ചെറിയ വാടകയ്ക്ക് കുത്തിയിരിക്കുന്നത്, അതായത് ബാക്കിയുള്ള ഭാഗം കൈയടക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. 100 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഇത്തരം കരാർ നഗരസഭ സെറ്റാക്കി കൊടുത്തിട്ടുള്ളതെന്നും ബാക്കി കൈയടക്കി വെച്ചിരിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അനധികൃത കയ്യേറ്റം എന്ന് പറയുന്ന MLA ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സംഗതി പുറത്തു ചാടി, വാടകയുടെ തുകയുടെ വലിപ്പമൊക്കെ പുറത്തു ചാടി. അങ്ങനെ വന്നപ്പോൾ നാറാണക്കൽ ഇളകി CPM. ഇപ്പോഴത്തെ മൊത്തക്കണക്ക് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് ഇതൊരു വലിയ നേട്ടമാണ്. ഭരണത്തിലേറി ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ വലിയ 2 വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അപ്രമാദിത്വം തെളിയിക്കാൻ BJP കൗൺസിലർമാർക്കും BJP ഭരണസമിതിക്കും കഴിഞ്ഞു. ഒരു മേയർ എന്ന നിലയിൽ VV രാജേഷിന് അത് കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. കാര്യം മന്ത്രിയൊക്കെ മിണ്ടാതിരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. കരാറെടുത്ത് വെച്ചതോടുകൂടി തീർന്നു. ഒരു സംസാരമൊക്കെ നമുക്കറിയാമല്ലോ, ഓൺലൈനിൽ കണ്ടത്. എന്നാൽ അത് കാണാതെ ചില മാധ്യമങ്ങൾ VV രാജേഷ് പുത്തനച്ച് പരപ്പുറം തൂക്കുന്ന രീതിയിലോ കമന്റുകളൊക്കെ ഇടുന്നത് കൊണ്ട് അതങ്ങനെയാ. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം കൊടുക്കുന്നവർ അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നവർ അങ്ങനെ എഴുതുള്ളൂ. പക്ഷെ എന്നാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഭരണസമിതി എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ ആശാവഹമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് നടക്കട്ടെ, നല്ലത് വരണം. ആരിവിടെ ഭരിച്ചാലും എങ്ങനെ ഭരിച്ചു കഴിഞ്ഞാലും ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകണം, ജനങ്ങളുടെ കാര്യം നടക്കണം, ജനകീയമാകണം, ജനാധിപത്യപരമായിരിക്കണം എന്നതൊക്കെയാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്. അതുണ്ടായാൽ മതി. നിലവിൽ അത്തരത്തിലൊരു സാഹചര്യം ഇല്ല. നിലവിലെ സാഹചര്യം അതല്ല, നിലവിൽ ധാർഷ്ട്യമാണ്. ആ ധാർഷ്ട്യത്തിന് ഒരു മറുപടി കൊടുത്തപ്പോൾ ആ മറുപടിയിലൂടെ 2 നേതാക്കൾ BJPക്ക് ഉണ്ടായി വന്നു എന്നത് അവർക്കൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എങ്ങനെയാണ്, BJPയുടെ പ്രതിനിധികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നവർക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ അത് ഉപകരിക്കും. ഇവിടെ അടി കിട്ടുന്നത് CPMനാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഒരു കഴിവുമില്ല. കേവലം ഒരു കൗൺസിലറുടെ ഒരു ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പോലും പകച്ചു പണ്ടാറമടങ്ങുന്നവരാണ് CPMന്റെ MLAമാർ എന്ന രീതിയിലുള്ള
ഒരു ധ്വനി കൂടി പുറത്തു വരുന്നുണ്ട്. Different angles. Don't forget to subscribe and support this channel.